ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ജനത്തിൻ്റെ സ്വഭാവത്തിന് ചേർന്ന ഇടയന്മാരെ ദൈവം നൽകും എന്ന ഒരു ഭാഗത്ത് നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാം. ഈ ദുഷ്ടാത്മാവ് ഒരു വിശ്വാസിയെ കൂട്ടിക്കൊണ്ട് വശീകരിച്ചു കൊണ്ടുപോയാൽ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് തടയുന്നില്ല എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെയൊക്കെ ദുരാത്മാവ് വശീകരിച്ചുകൊണ്ട് പോയാൽ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് തടയുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ മാംസത്തിന് അഥവാ ജഡത്തിന് ഇടം കൊടുത്താൽ ആത്മാവ് നിശബ്ദമാകും. അതതിൻ്റെ ഉത്തരം. ആത്മാവിനിടം കൊടുത്താൽ ജഡം നിശബ്ദമാകും. കാരണം ഇത് രണ്ടും ഒരു ത്രാശിൻ്റെ രണ്ട് വശമായിട്ടായിരിക്കുന്നത്. നമ്മൾ മാംസത്തിന് അല്ലെങ്കിൽ മറ്റൊരു പേര് ജഡത്തിന് അവസരം കൊടുത്താൽ ആത്മാവ് നിശബ്ദമാകും. ആത്മാവിനിടം കൊടുത്താൽ ജഡം നിശബ്ദമാകും. അപ്പോൾ കാരണം രണ്ടിനും രണ്ട് നിയമമുണ്ട്. ഇത് റോമാലേഖനം പറയുന്നത് രണ്ടിനും രണ്ട് നിയമം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഉദാഹരണം പറയാം. നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ നമ്മുടെ കേരളത്തിലെ ഒരു ആവറേജ് കണ്ടീഷൻ അനുസരിച്ച് ഒരു 200, 250, 300 രൂപയ്ക്ക് താഴെ കൊടുത്താൽ ഒരുവിധം നല്ല ഹോട്ടലിൽ കയറി ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ നമുക്ക് പറ്റും. ഒരു 70 രൂപ മുതൽ ഒരു 300 രൂപയ്ക്ക് താഴെ എത്ര ഗ്രാൻഡ് ഹോട്ടലുകളിൽ കയറിയാലും, വലിയ ബാർ ഹോട്ടലിലൊന്നും കയറിയില്ലെങ്കിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെ വലിയ 5 സ്റ്റാറോ 7 സ്റ്റാറോ ഒക്കെ ഹോട്ടലിൽ കയറുന്നില്ലെങ്കിൽ നമുക്കത് ഒരു 250, 300 രൂപയ്ക്കൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേ സ്ഥാനത്ത് തന്നെ 2500, 3000 രൂപയുടെ ഭക്ഷണവും നമുക്ക് ഒരാൾക്ക് എന്ന രീതി കഴിക്കാം. പക്ഷേ ഒരു ദൈവജനത്തിൻ്റെ ശുശ്രൂഷകൻ, ദൈവസഭയുടെ ശുശ്രൂഷകൻ അങ്ങനെ ഒന്നും ചെയ്താൽ അതൊരു വളരെ നല്ല സന്ദേശമല്ല വെളിയിലേക്ക് വിടുന്നത്. എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലും വാഹനങ്ങളുടെ കാര്യത്തിലും ജീവിത ചെലവുകളുടെ കാര്യത്തിലും ജീവിത സാഹചര്യങ്ങളുടെ കാര്യത്തിലും ഒക്കെ യേശുവിൻ്റെ ശുശ്രൂഷകൻ ഒരു ലാളിത്യം ഉള്ളവനായിരിക്കണം. 20 കോടി രൂപയുടെ വീട്ടിലും ഒക്കെ താമസിക്കുന്നവൻ യേശുവിൻ്റെ ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിനകത്ത് ലജ്ജ തോന്നും. അതിന് എന്നാ പ്രോസ്പെരിറ്റിയുടെ സുവിശേഷം വെച്ച് പറഞ്ഞാലും വചനം വെച്ച് അതിനെ ഒന്നും തെളിയിക്കാൻ പറ്റില്ല. 2 കോടി രൂപയുടെ കാറേ നടക്കുന്നവൻ കർത്താവ് തന്നതാണെന്ന് പറയുന്നെങ്കിൽ ആ കർത്താവ് ഏത് കർത്താവാണ് എന്ന് ഒന്ന് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ ഈ 2500 രൂപയുടെ ഭക്ഷണമൊക്കെ കഴിക്കുന്നവൻ നൽകുന്ന സന്ദേശമൊന്നും അത് വിശ്വാസിയുടെ ആണേ പോലും അത് ചെയ്യിക്കരുത് എന്നതാണ് ഇതിനകത്തുനിന്ന് ഒരു മർമ്മം. നമുക്കതിൻ്റെ വാക്യം ഒന്ന് നോക്കാം. ഫിലിപ്പിയർ 3:19. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ഒന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം ഓർത്തേ, എൻ്റെ ദൈവമേ വയറേ. ആലോചിച്ച് നോക്കിയേ, ഈ ഏലിയാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചിന്തിക്കുമ്പോൾ ഏലിയാവ് തൻ്റെ തലകളെ തൻ്റെ മുട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു എന്ന് വായിക്കുമ്പം അതൊന്നും ഇന്ന് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട പാസ്റ്റർമാരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു ചാക്ക് വയറ് ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയാതെ തല അങ്ങോട്ട് വളയുമോ? അനങ്ങാൻ പറ്റൂ? അപ്പോൾ എന്താ അതിൻ്റെ കാര്യം? നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്നു എങ്കിൽ മാത്രമേ അതിനൊരു സാക്ഷ്യമുണ്ടാവുകയുള്ളൂ. അത് യോഗ്യമായ ആരോഗ്യവും ദൈവം നൽകുകയും ചെയ്യും. ഈ പ്രസംഗിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു ഫ്രണ്ടിലുള്ള കളിയാണ്. പക്ഷേ ഇതിൻ്റെ പുറകിലെല്ലാം ജഡമാണെങ്കിൽ ദൈവം പറയുന്നു അവരുടെ ദൈവം ഞാനല്ല, അവരുടെ ദൈവം വിഗ്രഹങ്ങളാന്നും അല്ല പറയുന്നത്, അവരുടെ ദൈവം അവരുടെ വയറാണ്. ചില വ്യക്തികളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ലേ? പ്രത്യേകിച്ച് വിശ്വാസികളും ശുശ്രൂഷകരും ഒക്കെ അവർ വിചാരിക്കുന്നത് ഇത് ഒളിമ്പിക്സിൽ ഏതാണ്ട് മത്സര ഐറ്റമാണെന്നുള്ളതാണ്. ഇത് ഒളിമ്പിക്സിലെ മത്സര ഐറ്റമാണ്, ഇതിനകത്ത് മെഡൽ മേടിച്ചില്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണെന്നുള്ള രീതിയിലാണ്. എന്നിട്ട് പിന്നെ മരുന്നും മന്ത്രമായിട്ട് ഓടി നടക്കുക. അപ്പോൾ ഈ പ്രസംഗിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഒക്കെ പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ മോഹങ്ങളാണെങ്കിൽ അവിടെ വിശുദ്ധിയാണ് വ്യാപരിക്കുന്നത്. മനുഷ്യന് ആവശ്യത്തിന് ഭക്ഷണം വേണം കേട്ടോ. ഒരു പഴഞ്ചൊല്ലിലൂടെ ചൊല്ലി പറയാം, ജീവിക്കാൻ വേണ്ടി തിന്നണം, തിന്നാൻ വേണ്ടി ജീവിക്കരുത്. പ്രത്യേകിച്ച് നാട്ടുകാരൻ്റെ പൈസയാണെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം. ദൈവജനത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ ഇത് ആർഭാടം അടിച്ച് തിന്ന് കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുമ്പോൾ അതിന് കറക്റ്റ് സമാധാനം പറയണം.
ഉപജീവനം കഴിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഒരു മാന്യമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം, 2500 രൂപയുടെ ഭക്ഷണം ഒന്നും ഉപജീവനമൊന്നുമല്ല. അത് ദൈവം സമ്മതിക്കില്ല ആരുടെയാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ കാലത്ത് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ സമൃദ്ധിയല്ല, വിശുദ്ധിയാണ്. കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇപ്പോൾ സമൃദ്ധി അല്ല, ശരിക്കും ഇപ്പം വേണ്ടത് വിശുദ്ധിയാണ്. അതുകൊണ്ടാണ് ഈ പ്രസംഗകരെല്ലാം, ജനങ്ങൾക്ക് പക്ഷേ വേറൊരു കാര്യമുണ്ട്, വിശുദ്ധി വേണ്ട, സമൃദ്ധി മതി. അതുകൊണ്ടാണ് പ്രസംഗകരല്ല ഇത് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ജനവും നശിക്കുന്നു, വിശുദ്ധി ഇല്ലാതാകുന്നു. എന്നാൽ എന്താണ് വേണ്ടതെന്നുള്ളത് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം വായിച്ചേ, അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. പുറപ്പാട് 19:10-11. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ വസ്ത്രമലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. അപ്പൊ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ഇന്നും നാളെയും ജനത്തിനെ വിശുദ്ധീകരിക്കുക. ഇന്നും ദൈവസഭയോട് പറയാനുള്ളതും ശുശ്രൂഷകന്മാരോട് പറയാനുള്ളതല്ല, ഇന്നും നാളെയും ദൈവജനത്തെ ശുദ്ധീകരിക്കുക. നാളെ കഴിഞ്ഞ് ദൈവം ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ അതിശയം കാണും, എന്ന് പറഞ്ഞാൽ ദൈവപ്രവൃത്തി കാണും. ഇപ്പോൾ ഈ സഭകളിൽ എന്തുകൊണ്ടാണ് ദൈവപ്രവൃത്തി ഇല്ലാത്തത്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജനിച്ചു കൂടുന്നതല്ലാതെ ഏതെങ്കിലും സഭയിലും പുതുതൊരുത്തൻ മാനസാന്തരപ്പെടുന്നുണ്ടോ? പണ്ടൊക്കെ സംഘടനാ സംവിധാനത്തിൽ പണ്ടേ ഇല്ലത്. അങ്ങനെയാണല്ലോ ഈ കേരളത്തിലുള്ള ഒരു സംഘടനാ സംവിധാനത്തിലും ജനിച്ചു കൂടുന്നതേ ഉള്ളൂ. ഈ ന്യൂജനിൽ കുറേയെങ്കിലുമൊക്കെ മുങ്ങുമായിരുന്നു, കുറേ വഴിയെ പോകുന്നവനെയൊക്കെ പിടിച്ച് എങ്ങനെയല്ലേ മുക്കുമായിരുന്നു. ഇപ്പോൾ അവിടെയില്ല, സംഘടനയിലും ഇല്ല, ന്യൂജനിലും ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ വിശുദ്ധീകരണമില്ല. ഇന്നും നാളെയും ജനത്തിനെ ശുദ്ധീകരിക്കണം. നാളെ കഴിഞ്ഞ് ദൈവത്തെ കാണും എന്ന് പറഞ്ഞാൽ, ഇന്നും നാളെയും ശുദ്ധീകരിച്ചാൽ ഇന്നും നാളെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, ഞായറും നിങ്ങളും ദൈവത്തെ ശുദ്ധീകരിക്കണം, ചൊവ്വാഴ്ച ദൈവത്തെ കാണുമെന്നല്ല അർത്ഥം. അത് ഇന്നും നാളെയും അത് ചെയ്യുമ്പോൾ നാളെ കഴിഞ്ഞ് അതിശയം കാണും, ദൈവപ്രവൃത്തി കാണുമെന്ന് അതിനർത്ഥം. അതായത് ജനത്തിൻ്റെ മനസ്സിലിരിപ്പനുസരിച്ച് അതിന് പറ്റിയ ശുശ്രൂഷകരെ ദൈവം കൊടുക്കുമെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ കുറ്റം ആരുടേതാ? ജനത്തിൻ്റെ. എന്തുകൊണ്ടാണ് തസ്കര കിസ്കര ഭാസ്കര എന്ന് പറയുന്നിടത്ത് ആൾ നിൽക്കുന്നത് കൂടുതലും? തസ്കര കിസ്കര ഭാസ്കര അവിടെ എന്തുകൊണ്ട് ആൾ വരുന്നത്? കെട്ടി ഏതാണ്ട് കെട്ടി എന്നൊക്കെ പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് ആൾ വരുന്നത്? ഓ കൂട്ടമന്ന കട്ട 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 കസ്യ കട്ടട കട 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 കടകസ്യ ഇതൊക്കെ പറയുമ്പോൾ ഞാനിത് അന്യഭാഷ കളിയാക്കുമൊന്നും അല്ല കേട്ടോ. ഞാനിത് അന്യഭാഷ കളിയാക്കുമൊന്നുമില്ല. ഇതൊന്നും അന്യഭാഷയല്ല. ഇതൊന്നും അന്യഭാഷയല്ല. തസ്കര കിസ്കര ഭാസ്കര എന്നൊക്കെ പറയുന്ന അന്യഭാഷയാണോ? റിപ്പ ഇതൊക്കെ അന്യഭാഷയാണോ? ഇതൊന്നും ഒരു അന്യഭാഷയൊന്നുമല്ല. ചുമ്മാ ഒരുത്തിയുടെ ഹൃദയത്തിൽ തോന്നുന്നത് അവളെ കടിച്ചു വിടുന്നു, ആ കൂട്ടത്തിൽ ബാക്കിയുള്ളതെല്ലാം കൂടെ കിടന്ന് ചാടുന്നതേ ഉള്ളൂ. ഇത് അന്യഭാഷയൊന്നുമല്ല. അന്യഭാഷയല്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി, നിൻ്റെ മുഖത്ത് നോക്കി പറയും ഇത് അന്യഭാഷയല്ല, ഇത് ഭൂതമാണ്. പക്ഷേ ഏറ്റെടുക്കാൻ മനസ്സിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് താളത്തിൽ നിന്ന് റിപ്പ റിംബ റിപ്പ റിംബ റിപ്പ റിംബ റിപ്പ റിംബ. സത്യം പറഞ്ഞ അപ്പപ്പത്തൽ വെട്ടി പണ്ടുകാലത്തെ ഉള്ളായിരുന്നു. ഈ സാധനം വെട്ടി വെയിലത്തിടണം ഒരു 2-3 മണിക്കൂർ. നല്ല കിഴ ഇങ്ങനെ വളഞ്ഞ് നിൽക്കും. പൊതുവൊന്ന് പോത്തിൻ്റെ പുറത്ത് കൊടുക്കുന്നവർ 4 എണ്ണം കൊടുക്കാമെങ്കിൽ അയ്യോ എന്ന് കേൾക്കും. ചിലപ്പോൾ അത് അന്യഭാഷയായിരിക്കും. ഈ റിപ്പ ഒന്നും അന്യഭാഷയൊന്നുമല്ല, ചുമ്മാ വെട്ടിപ്പും തട്ടിപ്പും ഇറങ്ങിയേക്കുന്നത്. കുറ്റം ജനത്തിൻ്റെതാ. ജനത്തിൻ്റെ ഹൃദയം പോലെ ആചാര്യനും ആകുക. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നാന്ന് നോക്കിയേ. യെരമ്യാവ് 3:15. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. എൻ്റെ മനസ്സിനൊത്ത ഇടയൻ വന്നാൽ വാലല്ല തലയാക്കുമെന്ന് പറയുമോ? ഏതേലും പ്രവാചകന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോസ്തലന്മാർ ആരെങ്കിലും ഇത് കൂട്ട് വെള്ളത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നീ സൈക്കിളെ കാറേ പോകാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഹൃദയത്തിനൊത്ത ഇടയന്മാരെ നിങ്ങൾക്ക് തരും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ മേയിക്കും. ജ്ഞാനവും വിവേകവും ഒക്കെ ഇപ്പം വല്ലയിടത്തും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. തസ്കര കിസ്കര ഭാസ്കര എന്ന് പറഞ്ഞാൽ തന്നെ ജ്ഞാനം ഇരിക്കുന്നത്. അപ്പോൾ ജനത്തിന് ഇത് വേണ്ടാന്ന് ദൈവത്തിന് പിടികിട്ടിയതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവരെ ദൈവം അങ്ങോട്ട് കൊടുത്തു. ഇത് മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാകണം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് ഇവന്മാർ യുദ്ധത്തിന് പോകുന്ന ഒരു സാഹചര്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ വളരെ വിശദമായിട്ട് ഈ കാര്യം പിടികിട്ടും. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഇവന്മാർ യുദ്ധമെല്ലാം പ്ലാൻ ചെയ്തിട്ട് ചോദിച്ചു, ദൈവത്തോട് നേരിട്ട് എന്ന് യുദ്ധത്തിന് പോകുന്ന കാര്യം ചോദിച്ചില്ല. ഇവന്മാർ ചോദിച്ചു ഞങ്ങൾ ആരെ മുന്നേ വിടണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ആരെ മുന്നേ വിടണം? അപ്പോൾ
ദൈവത്തോട് യുദ്ധത്തിന് പോകണമെന്നാണ് മാന്യമായിട്ട് ചോദിക്കേണ്ടത്. ദൈവം പറഞ്ഞു ഇന്ന ഗോത്രം പോട്ടെന്ന് പറഞ്ഞു. ആദ്യത്തെ പോക്ക് പോയി 22,000 എണ്ണം ചത്തു. തിരിച്ചു വന്നു വീണ്ടും ചോദിച്ചു, വീണ്ടും പോയി ഒരു 18,000 എണ്ണം കൂടെ ചത്തു. അങ്ങനെ 40,000 എണ്ണം ചത്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. അഹ്റോന്റെ മകനായ എലയാസാരിന്റെ മകൻ ഫീനഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമിന്യരോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്ന് അവർ ചോദിച്ചതിന്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. അപ്പൊ വേറൊരു കാര്യമുണ്ട്. 40,000 പേര് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യഹോവയോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാൻ. അതുവരെ ആര് മുന്നേ പോകണമെന്നുള്ളതായിരുന്നു ചോദ്യം. ഇന്നും ഇത് തന്നെ. ഈ ദിവസങ്ങളിൽ ഞാനൊരു ദേവദാസനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാം, കേരളത്തിലെ ബന്ധുക്കോസുകാരൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, അവർ സത്യം പറഞ്ഞാൽ വാതിൽ തുറക്കേണ്ടത് താക്കോലിട്ടാണ്, കീ വേഡുകളിട്ടാണ്. ഈ കമ്പ്യൂട്ടറെല്ലാം ലോക്ക് ചെയ്യുന്നത് കീ വേഡുകളിട്ടാണ്. കീ വേഡ് ഇട്ട് തുറക്കുന്ന കമ്പ്യൂട്ടർ, ആ കീ വേഡ് ഉണ്ടെങ്കിലേ തുറക്കാൻ പറ്റുള്ളൂ പൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പൊളിക്കാനേ പറ്റുള്ളൂ. ഈ കേരളത്തിലെ ബന്ധുക്കോസുകാരൻ ഇപ്പോൾ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ കതക് പൊളിക്കുക. ഈ വചനം ഇട്ട് തുറക്കാനുള്ള വിശുദ്ധ ജീവിതം ഉണ്ടെങ്കിൽ വചനം ഇട്ട് തുറന്നാൽ നിസ്സാരമായിട്ട് തുറക്കുന്ന കതക് തുറക്കാതിരിക്കാൻ വേണ്ടി അവനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കതക് പൊളിക്കുക. ഭയങ്കര പരിപാടികൾ, അന്യായ തസ്കര കിസ്കര വാസ്കര കുസ്കര കുസ്കര വസ്കര വസ്കര കണ കണ മണ മണ കൊണ കൊണ എന്ന് പറഞ്ഞ് അങ്ങ് പിടിക്കുക. ഇത് ഈ പിടുത്തം പിടിച്ചിട്ടൊന്നും നടക്കുകയില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നിസ്സാരമായിട്ട് താക്കോലിട്ട് തുറക്കാവുന്ന സംഭവമാണെന്നാണ് ദൈവം പറയുന്നത്. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് എന്തും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് എന്തും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. അതിനുള്ള വ്യവസ്ഥയ്ക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ ദൈവം അത് ചെയ്യും. അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ ദൈവത്തിന് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കുമായിരുന്നു. ഇപ്പോൾ ഈ ന്യൂജനെല്ലാം കൂടെ തലപൊക്കി കഴിഞ്ഞപ്പോൾ ഈ സംഘടനാക്കാരനെല്ലാം ബിസിനസ്സുമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യവും നടക്കുകയില്ലെന്നായി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിനനുസരിച്ചുള്ള ഇടയന്മാരെ തന്നാൽ അവർ യോഗ്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അടിക്കുന്നതിലേ പോയിരുന്നില്ല, പോകുന്നതിലേ അടിച്ചു വിടും. അന്നേരം റിപ്പാറിമ്പാർ എന്നൊക്കെ പറയുമ്പോൾ അടിച്ചങ്ങ് വിടും. ഇത് അവസാനം ചെല്ലുന്നിടത്ത് ചെന്ന് ചേരും. എവിടെ ചെന്ന് ചേരും? അവസാനം സ്നാനപ്പെട്ടവനാണെങ്കിലും പാതാളത്തിൽ ചെന്ന് ചേരും. അപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, കേരളത്തിലൊരു പുതിയ ഉണർവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനമെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വീണ് ഒരു ഉപവാസം പ്രഖ്യാപിച്ച് ദൈവസന്നിധിയിൽ യോഗ്യമായി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഹൃദയങ്ങളെ ദൈവം പിടിച്ച് ഉലയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കരിങ്കല്ലിൻ്റെ അവസ്ഥ വിട്ടുമാറി മാനസാന്തരത്തിൻ്റെ അതിശക്തമായ അവസ്ഥ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവം യോഗ്യമായി ചെയ്യേണ്ടതിന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഒരു പുറം പൂശാനുള്ള പൗഡറല്ല ആവശ്യം, ഒരു വലിയ ശുദ്ധീകരണമാണ് ആവശ്യം, ഒരു സർജറി തന്നെ ആവശ്യമാണ് കർത്താവേ. ഈ തകർന്നു കിടക്കുന്ന ആത്മമേഖലയെ തല്ലിപ്പൊളിച്ച് പഴുപ്പ് ഞെക്കി പുറത്ത് കളഞ്ഞ് അകത്തുള്ള കൃമികളെ പുറത്ത് ചാടിച്ച് കർത്താവേ, അതിനകത്തുനിന്ന് ഉപജീവനം കഴിയുന്ന രക്തരക്ഷസുകൾ എന്ന ശുശ്രൂഷ ഗണത്തിനെ അടിച്ച് പുറത്തടിച്ച് കർത്താവെ യോഗ്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കുകയും അതിൻ്റെ പുറകിലുള്ള വീഴ്ചകളുടെ നടപടികൾ വചനവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുവാനും ദൈവം പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.